നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ NDA സഖ്യവും ഇന്ത്യ മുന്നണിയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ. കേരളത്തിൽ UDF തരംഗം, താമര വിരിയിക്കാൻ സുരേഷ് ഗോപി. ഇലക്ഷൻ രംഗത്തെ ചിട്ടയായ പ്രവർത്തനമാണ് UDF മുന്നേറ്റത്തിന് കാരണമെന്ന് കോട്ടയം മണ്ഡലത്തിലെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി K. ഫ്രാൻസിസ് ജോർജ്. തന്റെ ഭൂരിപക്ഷം എന്നത് ജനങ്ങളുടെ തീരുമാനമാണെന്നും ഫ്രാൻസിസ് ജോർജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടാകുന്ന മുന്നേറ്റം പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെയുള്ള വോട്ടുകളാണെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം VJ ലാലി. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ NDA സഖ്യവും ഇന്ത്യ മുന്നണിയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ. കേരളത്തിൽ UDF തരംഗം. അക്കൗണ്ട് തുറക്കൽ ഉറപ്പിച്ച് BJP. പല എക്സിറ്റ് പോൾ ഫലങ്ങളിലും പ്രവചിച്ചതുപോലെ NDA സഖ്യം 400ലേക്ക് കടക്കില്ലെന്ന് ഉറപ്പായി. എങ്കിലും നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തും എന്ന സൂചനയാണ് ലീഡിംഗ് നിലയിൽ നിഴലിക്കുന്നത്. അതേസമയം ഇന്ത്യയിലുടനീളം ഇന്ത്യ മുന്നണി ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത്. കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ UDF തരംഗം എന്ന് തന്നെ പറയാം. 20-ൽ 16, 17, 18 സീറ്റുകൾ നേടാം എന്ന നിലയിലേക്കാണ് UDFിൻ്റെ മുന്നേറ്റം. 2 സീറ്റിൻ്റെ ചാഞ്ചാട്ടം ഇപ്പോഴും തുടരുന്നത് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തുമാണ്. ഇവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന് 1700 വോട്ടുകളുടെ ലീഡ് മാത്രമാണുള്ളത്. ഇവിടെ BJPയിലെ V. മുരളീധരനും ശക്തമായ നിലയിൽ തുടരുകയാണ്. ആറ്റിങ്ങലിൽ കൂടി LDF വിജയിച്ചാൽ ആലത്തൂർ കൂടി ചേർക്കുമ്പോൾ LDFിന് 2 സീറ്റുകൾ എന്ന് പറയാം. മാവേലിക്കരയിലും UDF സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ലീഡ് ഉയർത്തി എന്ന് പറയാറായിട്ടില്ല. അതേസമയം കേരളത്തിൽ മിന്നുന്ന പ്രകടനമാണ് NDA സഖ്യം കാഴ്ചവെച്ചത്. BJP 2 സീറ്റുകൾ നേടും എന്ന കണക്കുകൂട്ടലിലാണ്. വൻപിച്ച ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനും UDF സ്ഥാനാർത്ഥി ശശി തരൂരും ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 10,000 വോട്ടുകളിൽ കൂടുതൽ ലീഡ് നിലനിർത്തുകയാണ് ശശി തരൂർ. പത്തനംതിട്ടയിൽ 31,000 വോട്ടുകളുടെ ലീഡിലാണ് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി. ആലപ്പുഴയിൽ 51,000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ് UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജിന്റെ ലീഡ് 65,000 വോട്ടുകൾക്ക് മുന്നിലാണ്. മാവേലിക്കരയിൽ UDFിലെ കൊടിക്കുന്നിൽ സുരേഷ് 12,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. വൈകുന്നേരമാകുമ്പോൾ വിജയപരാജയ ചിത്രങ്ങൾ വ്യക്തമാകും. ഇലക്ഷൻ രംഗത്തെ ചിട്ടയായ പ്രവർത്തനമാണ് UDF മുന്നേറ്റത്തിന് കാരണമായതെന്ന് കോട്ടയം മണ്ഡലത്തിൽ ലീഡ് ഉയർത്തുന്ന കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി K. ഫ്രാൻസിസ് ജോർജ്. തന്റെ ഭൂരിപക്ഷം എന്നത് ജനങ്ങളുടെ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ KCB ന്യൂസ് പ്രതിനിധി ജോമോൻ കാവാലത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴായിരുന്നു ഫ്രാൻസിസ് ജോർജ് തന്റെ വിജയസാധ്യതകൾ പങ്കുവച്ചത്. ഭൂരിപക്ഷം ശരിയായിട്ട് കൂടുന്നുണ്ട്. എത്ര വരെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ജനങ്ങളല്ലേ തീരുമാനിച്ചത്. വരട്ടെ, എത്ര ഭൂരിപക്ഷമാണെങ്കിലും വരട്ടെ. അല്ല, അതിന്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ UDFിലൂടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നല്ല ഭേദപ്പെട്ട ഭൂരിപക്ഷം ജയിക്കുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിപ്പം പറയാൻ കഴിയുള്ളൂ. ഞങ്ങൾ ഈ ജനങ്ങളുടെ തീരുമാനത്തെ വളരെ വിനയത്തോടു കൂടി സ്വീകരിക്കും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം വർക്കാണ് ഈ വിജയത്തിന്റെ എല്ലാം അടിസ്ഥാനം. നല്ല നേതൃത്വം, ആ നേതൃത്വത്തിന്റെ കീഴിൽ എല്ലാവരും നല്ല ചിട്ടയോടുകൂടി വളരെ അച്ചടക്കത്തോടുകൂടി ഭംഗിയായിട്ട് പ്രവർത്തിച്ചു. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്റെ റോള് വളരെ പരിമിതമായിരുന്നു. എന്റെ പിന്നിൽ പ്രവർത്തിച്ച നേതാക്കന്മാരും പ്രവർത്തകരുമാണ് ഈ വിജയത്തിന്റെ യഥാർത്ഥ ക്രെഡിറ്റിന് അവകാശം. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ മോൻസ് ജോസഫ് MLA, കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്നിവരും ഫ്രാൻസിസ് ജോർജിനൊപ്പം ഉണ്ടായിരുന്നു. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി പ്രതീക്ഷയ്ക്കപ്പുറം ഉയർന്നിട്ടുണ്ടെന്ന് കേരള കോൺഗ്രസ് നേതാവ് PC തോമസ്. വടക്കേ ഇന്ത്യയിലും മുന്നണി ശക്തമായ സാന്നിധ്യമാണ് അറിയിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
ഒരു പ്രതികരണം നമ്മുടെ ഇത്ര ആവേശകരമായ ഭൂരിപക്ഷം വന്നുകൊണ്ടിരിക്കുന്നതിൽ ഇലക്ഷന്റെ പകുതി കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? എന്നാലും ഏതായാലും കോട്ടയം നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. കോട്ടയത്തെ ശ്രീ ഫ്രാൻസിസ് ജോർജിന്റെ വിജയം നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. അത് ഓരോ നിമിഷം കൂടുമ്പോഴും കൂടുതൽ കൂടുതൽ ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മൊത്തത്തിൽ UDF അനുകൂലമായ നല്ലൊരു ട്രെൻഡാണ്. കഴിഞ്ഞ പ്രാവശ്യം 18 സീറ്റ് UDF ഉണ്ടായിരുന്നു. ഇത്തവണ ഇപ്പോൾ തന്നെ 18 സീറ്റ് കാണുന്നുണ്ട്. പക്ഷെ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. NDAക്ക് ഇപ്പോൾ 2 ലീഡുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇന്ത്യ മുന്നണി പറഞ്ഞതിനേക്കാളും പ്രതീക്ഷിച്ചതിനേക്കാളും ഇന്ത്യ മുന്നണി വളരെ മുന്നിലാണെന്ന് വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു നല്ല ട്രെൻഡുണ്ട്. തന്നെയല്ല, പ്രതീക്ഷിക്കാതെ ഇപ്പോൾ യു പി എന്ന് പറയുന്ന 80 സീറ്റുള്ള UP, അതിൽ എനിക്ക് തോന്നുന്നു BJP വളരെ അനുകൂലമായിട്ട് പ്രതീക്ഷിച്ച ഒരു സ്ഥലമാണ്. പക്ഷെ അനുകൂലമല്ലെന്ന് തന്നെയല്ല, അവിടെ വലിയ ക്ഷീണം വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കിയാൽ പല വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളും, നേരത്തെയൊക്കെ തെക്കേ ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ ഉള്ളതായിട്ട് പലരും പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പം മാറി വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിലും പലയിടത്തും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുക. കോട്ടയത്ത് പാർട്ടി സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ ലീഡിംഗ് നില ഉയരുന്ന സാഹചര്യത്തിൽ KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു PC തോമസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടാകുന്ന മുന്നേറ്റം പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെയുള്ള വോട്ടുകളാണെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം VJ ലാലി കോട്ടയത്ത് KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ അവസരത്തിൽ UDF അതിശക്തമായി മുന്നേറുന്നു. കേരളത്തിലെ ദുർഭരണത്തിനെതിരായിട്ടുള്ള വലിയൊരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്രത്തിലെയും ഇതിനെതിരായിട്ടുള്ള വലിയ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. UDF ഈ കരുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ, ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇത് കേരള ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ താക്കീത് തന്നെയാണ്, സംശയം വേണ്ട. കേരള ഗവൺമെന്റ് ദുർഭരണം, പിണറായി വിജയനെതിരായിട്ടുള്ള വോട്ടാണിത്, പിണറായി വിരുദ്ധ വോട്ടുകളാണിത്, സംശയമില്ലാത്ത കാര്യമാണ്. അതേസമയം UDF നേടുന്ന വിജയം കൂടുതൽ ശക്തമാക്കി മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും VJ ലാലി അഭിപ്രായപ്പെട്ടു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ലീഡ് നില മാറി മറിയുകയാണ്. ഈ സാഹചര്യത്തിലും വിജയം LDFന് തന്നെ ആകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 9 മണിയോടെ വന്ന ആദ്യ സൂചനകൾ പ്രകാരം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് 2 വോട്ടുകളുടെ ലീഡ് നേടി. 10 മിനിറ്റിന് ശേഷം 695 വോട്ടുകളുടെ ലീഡ് നിലയുമായി LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ മുന്നിലെത്തി. 9:30 23,380 വോട്ടുകളും 191 വോട്ടുകളുടെ ലീഡുമായി UDF മുന്നേറിയെങ്കിലും തൊട്ടടുത്ത നിമിഷം 1743 വോട്ടിന്റെ ലീഡിലേക്ക് LDF എത്തി. 9:46 വന്ന സൂചനകൾ പ്രകാരം 41,474 വോട്ടായിരുന്നു അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്. ഈ ഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. മണ്ഡലത്തിൽ ആവേശകരമായ വിജയം LDFനുണ്ടാകുമെന്ന് അരുൺകുമാർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ഏറ്റവും ആവേശകരമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാവേലിക്കരയിൽ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ തുടക്കം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ. കാര്യം മാവേലിക്കരയ്ക്ക് ഒരു മാറ്റം വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് മാവേലിക്കരയുടെ ജനങ്ങൾ ആവേശപൂർവ്വമായി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാനത് ഒരു മീഡിയയുടെ മുമ്പിൽ പറയുമ്പോൾ എനിക്ക് കൂടി ബോധ്യപ്പെട്ട കാര്യമാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ കാണാൻ കിട്ടുന്ന ചില കാര്യങ്ങൾ ഒരു സ്ഥാനാർത്ഥിക്ക് കാണാൻ കഴിയും. ഒരു ആവേശകരമായ അനുഭവം, ഒരു മാറ്റം വേണം, ചെറുപ്പത്തെ യുവത്വത്തെ ഒക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാട് മാവേലിക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ കണ്ടതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അരലക്ഷ വോട്ടുകൾ കിട്ടണം. എല്ലാ നിയോജകമണ്ഡലങ്ങളിലും കൃത്യമായ ലീഡുണ്ടാവും. ഇത് പക്ഷേ ചങ്ങനാശ്ശേരിയിൽ അല്പം ചിറകിൽ പോകുമെന്ന് വെച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നല്ല ലീഡുണ്ടാവും. 10 മണിയോടെ ലീഡ് നില മാറി മറിഞ്ഞു. UDF മേൽക്കൈ നേടുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത്. ഒരു ഘട്ടത്തിൽ കൊടിക്കുന്നിലിന്റെ ലീഡ് നില 8000 കടന്നിരുന്നുവെങ്കിലും പിന്നീട് 6000-നടുത്തേക്ക് ചുരുങ്ങി. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 9000-ലധികം വോട്ടുകളുടെ ലീഡുമായി മാവേലിക്കര മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് മുന്നേറുകയാണ്. നാടിന്റെ മനസ്സ് NDAയ്ക്കൊപ്പമാണെന്ന് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല. കേന്ദ്രത്തിൽ വീണ്ടും മോദി സർക്കാർ അധികാരത്തിലെത്തുമെന്നും കരുത്തു പകരാൻ കേരളത്തിൽ നിന്നും MP ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാട്
തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണവും കണക്കിലെടുത്ത് വോട്ട് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാജ്യത്ത് മോദിജിയുടെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ, എൻഡിഎയുടെ ഗവൺമെന്റ് തുടരുമ്പോൾ ഈ നാട്ടിൽ നിന്നും ഭരണപക്ഷത്തൊരു എം പി ഉണ്ടാകണം എന്ന ചിന്ത ജനങ്ങളുടെ ഇടയിൽ രൂഢമൂലമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻഡിഎക്ക് അർഹമായ ഒരു വിജയം കഴിഞ്ഞ നാളുകളിൽ എൻഡിഎ തോൽപ്പിച്ച് ഈ നാടിനെ തോൽപ്പിച്ചത് അറുതി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ഈ നാടിന്റെ മനസ്സും മനസാക്ഷിയും ഒക്കെ എൻഡിഎക്കൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാന റൗണ്ടിലേക്ക് വോട്ടെണ്ണലെത്തുമ്പോൾ കേരളത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായതിന്റെ സന്തോഷത്തിലാണ് UDF. പിണറായി വിജയനും കുടുംബവും നടത്തിയ അഴിമതി കണ്ട് മനം മടുത്ത ജനം UDFനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് കോൺഗ്രസ് നേതാവ് അലക്സ് മാത്യു. ഇന്ത്യ മുന്നണി ശക്തി തെളിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെണ്ണൽ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുകയാണ്. ഫിനിഷിംഗ് പോയിന്റിൽ ടച്ച് ചെയ്യുന്നതിന് മുൻപാണെങ്കിലും വൻപിച്ച വിജയം കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് UDFന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനെതിരായി പറഞ്ഞു പരത്തിയ നുണക്കഥകളെല്ലാം അത് തെറ്റാണെന്നും ഈ നാട്ടിലെ ജനകീയ നേതാവ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണെന്നും തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടാകാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെ കഠിനാധ്വാനത്തിൻ്റെ പ്രതിഫലമായി അത് ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ തിരികെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുകയാണ്. അതേപോലെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ മാർക്സിസ്റ്റ് പ്രസ്ഥാനവുമായി അകന്ന ഇടതുപക്ഷവുമായി അകന്ന ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റായി ഏകാധിപതിയായി പ്രവർത്തിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ മകളുടെ മരുമകൻ്റെ ഒക്കെ കൂടി നടത്തുന്ന കോടികളുടെ അഴിമതികൾ കണ്ട് മനം നൊന്ത് ഈ സംസ്ഥാനത്ത് എല്ലാ ബൂത്തുകളിലും കുറഞ്ഞത് 15 പേരെങ്കിലും ഇന്നലെ വരെ മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്തവർ ഇപ്രാവശ്യം ചെയ്യാതെ തിരികെ വന്നിട്ടുണ്ട്. മോഡിയുടെ ഗവൺമെൻറ് അവർ ചെയ്ത അവിഹിത സ്വാധീനത്തിൻ്റെയും കോടികളിട്ട് അമ്മാനമാടുന്ന രാഷ്ട്രീയ കളിയുടെയും ഫലമാണ് ഈ എക്സിറ്റ് പോളുകൾ. എല്ലാ ഏജൻസികളും ഒരേപോലെ അവർക്ക് അനുകൂലമായി പറഞ്ഞത് തെറ്റാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. ഇവിടെ സത്യം വിജയിച്ചിരിക്കുന്നു. ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ശക്തമായ ഒരു മുന്നണിയാണ് എന്ന് തീരുമാനമായിരിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ NDA സഖ്യവും ഇന്ത്യ മുന്നണിയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ. കേരളത്തിൽ UDF തരംഗം താമര വിരിയിക്കാൻ സുരേഷ് ഗോപി. ഇലക്ഷൻ രംഗത്തെ ചിട്ടയായ പ്രവർത്തനമാണ് UDF മുന്നേറ്റത്തിന് കാരണമെന്ന് കോട്ടയം മണ്ഡലത്തിലെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി K. ഫ്രാൻസിസ് ജോർജ്. തന്റെ ഭൂരിപക്ഷം എന്നത് ജനങ്ങളുടെ തീരുമാനമാണെന്നും ഫ്രാൻസിസ് ജോർജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടാകുന്ന മുന്നേറ്റം പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെയുള്ള വോട്ടുകളാണെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം VJ ലാലി. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ കൂടുതൽ വിശേഷങ്ങളുമായി രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. നമസ്കാരം.